ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാദം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. വൃത്രാരി പുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിൽധപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം. രവിസുധൻ ബദ്ധരോഷം വിളിക്കുന്നനാഥം തഥാ ശ്രുത്വാദി വിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്ത് ഭദ്രുരുഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൽ. താരയും ശങ്കാവിഹീനം പുറപ്പെട്ടത് എന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്ക്, അതോ കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശ് വന്നിടുവാൻ കാരണം എത്രയും ഭാരം. പരാക്രമമുള്ളൊരു മിത്രമവനുണ്ടു, പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ. ബാലി ബലാലൊരു ശങ്കയുണ്ടാകല കയ്യയച്ചിടു നീ വൈകരുതേതൂമേ. നീയൊരു കാര്യം ധരിക്കണമോമലേ, ബന്ധുവായുള്ളതാരോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുവെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ല, ആർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു. ഞാൻ ഭക്ഷഭേദം ഭഗവാനില്ല, നിർണയം നിർഗുണൻ യഗാത്മാരാമനീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരിച്ച് ഇച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മൽഗൃഹത്തിങ്കൽ ഉപകാരം ഏറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും. അന്യഭാവം പരമാത്മാവിനില്ലല്ലോ, ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനീ പുഷ്കരലോചനീ പൂർണ്ണഗുണാംബുദീതമാശ്വാസ്യ. വൃത്രാരിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകന്നു. സസംഭ്രമം ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ. ഇതം മമ അപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ. നാരായണൻ നിൽ തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോട് ക്ഷമിക്കണം. നിൽ തിരുവേനി കണ്ടു കണ്ടാശു നിന്നന്തികെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിൽനു യോഗം വന്നതാകൽത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമവിദുർലഭം മോക്ഷപ്രദം തവ ദർശനം. ശ്രീപതി നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻ പോട നിന്നുടെ സായകം കൊണ്ട് ഭരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായ
എന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നത്? ഈശ്വര നാരായണൻ നിൻ തിരുവടി ജാനകിതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൽ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരതാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നവർദ്ധിക്കയാലെന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണമേ ദയാനിധി. ശ്രീരാമചന്ദ്രായ നമഃ. എന്തിനു ശോകം വൃഥാ തവ കേൾക്കനീ, ബന്ധമില്ലേതു ഇതിൽനു മനോഹരേ നിന്നുടെ ഭർത്താവ്. ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം മാംസരക്താസ്തി കൊണ്ടടോ നിശേഷകാഷ്ടതുല്യം ദേഹം. ഓർക്ക നീ നിശ്ചയം ആത്മാവു ജീവൻ നിരാമനില്ല, ജനനം മരണവുമില്ല, കേൾ അല്ലലുണ്ടാകായിക അത് നിനച്ച് ഏതുമേ നിൽക്കയുമില്ല നടക്കയും ഇല്ല, കേൾ ദുഃഖവിഷയവും അല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല, തപശീതാദിമില്ല. അറിക നീ സർവകൻ ജീവൻ ഏകൻ പരൻ അദ്വയൻ അവ്യൻ ആകാശതുല്യൻ അലേബകൽ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്ത എന്തു ദുഃഖത്തിനു കാരണം? രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർഗിൽ നിന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവ് ദേഹയിൽ അഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും, അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ. ധ്യായമാനവനെങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതും കേട്ടാലും എങ്കിലോ നൂനമന്നാദി വിദ്യാബന്ധഹേതുനാഥാനമഹങ്കൃതിക്കാശു താൽക്കാര്യമായി സംസാരമുണ്ടാമഭാഗാർത്ഥമായതും സംസാരമോരാഗരോഷാദി സങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമാനസമാനത്തും ഭവിക്കയാൽ ആത്മനാസ്തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും. വസ്തുതയാർഗിൽ ഇല്ല തദ്രജ്ഞരാജിത്തെ നിരൂപിച്ചു കാൺക നീ. സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകിയാൽ എത്തും ആത്മാവിനും സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളും
ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരി വലയുന്നു അതോ മനോഗുണാൻ സൃഷ്ടുവാതസ്തത വേദം വിധിക്കും. ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്ത അസിദ്ധ ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലങ്ങും ആഭൂത പ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനും അന്ന് അനാദ്യ വിദ്യാവശം പ്രാപിപ്പും തിഷ്ടത്യ അഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതി ഭൂയോ കടിയന്ത്രബൽ സദമായ ബലത്താരതാർക്കൊഴിക്കാമടോ യാതൊരിക്കൽ നിജപുണ്യശേഷേണ ചേതസേ സത്സംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതി മദ്ദിശയാ ദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതി സൽഗുരുനാഥ പ്രസാദേന മനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടായി വരും. ദേഹേൽ തീയ മനപ്രാണാദികളിൽ നിന്നാകൽ തവേറുന്നു. നൂനമാത്മാവിദു സത്യം ആനന്ദമേകം പരം അദ്വയം നിത്യം നിരുപമം നിഷ്കളവും നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാം അപ്പോഴേ സത്യം മയോദിതം യാതൊരുത്തൽ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക. മനോഹരി കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തൽവി ലേഹിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കിൽ എത്രയോ ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവും ഏവോ നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും ശേഷം നീ മദ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയും അദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ട വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പൊക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബൽ തീർന്നു മുക്തയായാൾ ഒരു നാരിയൽ നാകിലും വ്യഗ്രമെല്ലാം മകളെ പോയി തെളിഞ്ഞിതോ സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോട് അതിസ്വസ്ഥനായ തുലോം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതയ പദയേ നമോ നമഃ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അതായത് ഇവിടെ ഹനുമാന് ഒരു ഉപദേശം നൽകുന്നുണ്ട്. ആ ശ്ലോകം വളരെ പ്രസിദ്ധമാണെന്നാണ്.
ഇത്രയും അഹങ്കാരമുള്ള ആ ഹനുമാൻ എങ്ങനെ വിനയാന്യതനായി എന്നാണ്. അതാണ് മനോജപം. മനോജപം എന്ന് പറഞ്ഞാൽ മനസ്സിൽ 24 മണിക്കൂറും രാമ രാമ എന്നുള്ള ആ മന്ത്രമാണ് ഹനുമാനെ. അതുപോലെ ജപിക്കണം എന്നാണ് പറയണത്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? ഹനുമാനെ നോക്കിയിട്ടോ, ഹനുമാൻ്റെ മനസ്സിൽ എപ്പോഴും എന്താണ്? രാമനാമേ ഉള്ളൂ എന്നാണ്. രാമനല്ലാണ്ട് ഹനുമാനില്ല. അപ്പം മനോജപം മനസ്സിലെപ്പോഴും എന്ത് ജപിക്കണം? രാമനെ ജപിക്കണ ആളാ ഹനുമാൻ. അതും എങ്ങനെയാ ഹനുമാൻ്റെ ശക്തി? മാരുത തുല്യവേഗം. ഹനുമാൻ്റെ ശക്തി എങ്ങനെയാ? മാരുത തുല്യവേഗം. കാറ്റിൻ്റെ ശക്തിയിലാണ് ഹനുമാൻ പോവുക. അതന്നെ ഉപദേശം കൊടുത്തി. പിന്നെ എങ്ങനെയാ? ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ. ഹനുമാൻ ഇന്ദ്രിയങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. അത് ഹനുമാൻ്റെ ശക്തി തന്നെയാണ്. ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താത്ത ഹനുമാൻ. ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം. ബുദ്ധി അത് തന്നെയാണ്. അതും വദാത്മജം വാനരയൂഥ മുഖ്യം. വാനരമാളിൽ വെച്ച് എല്ലാം തികഞ്ഞ വ്യക്തി തന്നെയാണ് ഹനുമാൻ. അങ്ങനെയുള്ള ആ ഹനുമാൻ ആരാ? ശ്രീരാമദൂതൻ തന്നെയാണ്. അങ്ങനെയുള്ള ശ്രീരാമനെയാണ് എവിടേക്ക് പറഞ്ഞേക്കുന്നത്? സീതാദേവിയുടെ അന്വേഷണത്തിന് വേണ്ടി തന്നെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഹനുമാനെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഹനുമാൻ സാധാരണക്കാരിലല്ല. ഹനുമാനെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല. ഈ ജപം ഒരു ജ്ഞാനിക്ക് മാത്രമേ അത് സാധിക്കൂ. നമ്മളൊക്കെ എങ്ങനെയാ? 4 തരം ഭക്തന്മാരാണ്. ആർത്തി, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. ആർത്തിയും അർത്ഥാർത്ഥിയും. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ആർത്തി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അർത്ഥാർത്ഥി എനിക്ക് കിട്ടിയത് പോരാ. അപ്പോൾ ആർത്തിയും അർത്ഥാർത്ഥി ഭാവത്തിലാണ് ഇന്ന് ഭക്തജനങ്ങളെ കാണുന്നത്. പിന്നെ 3ാമത്തെ സ്റ്റേജ് ഏതാ? ജിജ്ഞാസു. ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഒരു പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. അതും കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ജ്ഞാനി. ഒരു ജ്ഞാനിയുടെ ആ ലെവലിലെത്തിയ ഒരു ഭക്തൻ വേറൊരു ചിന്തയില്ല. എന്താ? 24 മണിക്കൂറും ആ രാമജപം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് യോഗിമാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു യോഗി ഭാവം തന്നെയാണ് ഹനുമാനെ. കാരണം എന്താ? ഇന്ദ്രിയങ്ങൾക്കടിമപ്പെടാണ്ട് മനസ്സിൽ പരിപൂർണമായും ആ പരമാത്മാവിൻ്റെ പ്രകാശമുണ്ട്, അത് കുടികൊള്ളുകയാണ്. അത് അങ്ങനെ ജപിക്കുന്നവരെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജ്ഞാനിയുടെ രൂപത്തിലായിരിക്കണം ഇന്നത്തെ തലമുറ. അല്ലാണ്ട് നമ്മൾ അമ്പലത്തിൽ പോയാൽ എന്താ ചെന്ന് നമുക്ക് അത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറയും. ഒരു കാര്യമില്ല. ഭഗവാൻ നമ്മുടെ കൂടെ വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ട്രാക്കുമ്പിൽ കയറണം. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തണേ. അങ്ങനെ എത്തിപ്പെട്ട് ആർക്ക് സാധിക്കുന്നുവോ അവർക്കൊരു ഭയവും വേണ്ട എന്നാണ് പറഞ്ഞത്. ഒരു ഭയം വേണ്ട. ഏത് കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾ ദൈവത്തെ കണക്കാക്കി ചിന്തിച്ചോളൂ. ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാന് വേണ്ടി ചെയ്യാന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വളർത്താൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഹനുമാൻ, ആ ഹനുമാൻ ശ്രീരാമജയന്തി കൂടി കിഷ്കിന്ധാത്തിൽ വന്നു. അപ്പോഴാണ് സുഗ്രീവൻ ഈ കഥകളൊക്കെ പറയണത്. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാം. എന്തായാലും ബാലി ചെയ്തത് തെറ്റാണല്ലോ. സുഗ്രീവൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് തെറ്റ് തന്നെയാണല്ലോ. അപ്പോൾ ധർമ്മത്തിൻ്റെ മൂർത്തി ഭാവമാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയാണ്, സുഗ്രീവനോട് പറയാണ്, ഒരു കാര്യം ചെയ്യേ, ബാലിയെ യുദ്ധത്തിൽ ക്ഷണിക്ക്. അപ്പോഴാണ് ഒരു സംഭവം. ബാലിയെ ഒരാൾക്കും നേരിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല. ബാലിക്കൊരു വരം ലഭിച്ചിട്ടുണ്ട്. ബാലിയോട് ആര് നേരിട്ട് യുദ്ധം ചെയ്താലും യുദ്ധം ചെയ്യുന്ന ആളിൻ്റെ പകുതി ബലം ബാലിക്ക് കിട്ടും. അപ്പം ശ്രീരാമചന്ദ്രൻ തന്നെ നേരിട്ട് ബാലിയോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ പകുതി ശക്തി ആർക്ക് കിട്ടും? ബാലിക്ക് കിട്ടും. പ്ലസ് ബാലിയുടെ ശക്തിയും ശ്രീരാമചന്ദ്രൻ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സുഗ്രീവനോട് പറഞ്ഞു, നീ യുദ്ധത്തിന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിന് വിളിച്ച് യുദ്ധം നടക്കണതിൻ്റെ ഇടയിൽ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു അറിയോ? ഒളിയമ്പ് ഇത് കൊല്ലുകയാണ് ചെയ്തത് ബാലിയെ.
ബാലിയെ അങ്ങനെയാണ് വധിക്കാൻ സാധിച്ചു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ശ്രീരാമചന്ദ്രൻ വലിയൊരു ബാലി അത്രയും ശക്തിമാനാണ്. ബാലി ചെയ്ത തെറ്റെന്താണ്? അനുജൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ചെയ്തത് തെറ്റാ. അപ്പം അധർമ്മത്തെ നിഗ്രഹിക്കാൻ വേണ്ടി തെറ്റായ രീതിയിൽ വധിക്കാം എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാം എന്ന് വിചാരിച്ചാൽ പോരാ. ധർമ്മം നിലനിൽക്കണമെങ്കിൽ ചില ആ അധർമ്മ പ്രവൃത്തി ചെയ്യണം. അത് ധർമ്മത്തിനായിരിക്കണം, നന്മയ്ക്കായിരിക്കണം. അതുകൊണ്ടാണ് ശ്രീരാമദേവൻ ഒളിയമ്പ് ചെയ്ത് ബാലിയെ കൊല്ലുക. ബാലി മരിച്ചോടുകൂടി ബാലിയുടെ ഭാര്യ താര എന്ന് പറഞ്ഞാൽ പഞ്ചരത്നങ്ങളിൽ പെട്ട ആളാ. ആലോചിച്ച് നോക്കണം. അഹല്യ പഞ്ചരത്നത്തിൽ പെട്ടു, ദ്രൗപദി പെട്ടു. ഈ താര വരാനുള്ള കാരണം ഇനി ഇവിടെ പറയേണ്ടതെന്നാ. താര ചെന്നു, ഏ ശ്രീരാമചന്ദ്ര പ്രഭുവേ, അങ്ങ് ധർമ്മത്തിൻ്റെ മൂർത്തി ഭാവല്ലേ, അങ്ങ് യോദ്ധാവല്ലേ, എൻ്റെ ഭർത്താവിനെ ഒളിയമ്പ് ചെയ്ത് കൊയ്തത് തെറ്റല്ലേ? എന്തുകൊണ്ട് അങ്ങ് എൻ്റെ ഭർത്താവിനെ ഒളിയമ്പ് ചെയ്ത് കൊന്നു ചോദിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയാ, താരേ, നീ പറഞ്ഞത് ശരിയാ, നേരിട്ടല്ല കൊന്നത്. ബാലി സുഗ്രീവ യുദ്ധം നടക്കുമ്പോൾ ഒളിയമ്പ് ചെയ്ത് തന്നെയാണ് ഞാൻ കൊന്നേ. പക്ഷേ അതിനൊരു കാരണമുണ്ട്. നിന്റെ ഭർത്താവ് ചെയ്തത് തെറ്റല്ലേ? അനുജൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് തെറ്റല്ലേ? ജ്യേഷ്ഠഭ്രാത മാത, ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയൊക്കെ ഭാര്യമാരെ അമ്മയ്ക്ക് തുല്യമാണ്. അമ്മയ്ക്ക് തുല്യമായൊരു സ്ത്രീയെ നിന്റെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോകുന്നില്ലേ? അത് തെറ്റല്ലേ? അപ്പം അതിനെ ഞാൻ ചെയ്തത് ശരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒളിയമ്പ് ചെയ്തു വന്നത് എന്നാണ് പറഞ്ഞു. എന്നിട്ട് ഒന്നും കൂടിയും ശ്രീരാമൻ പറഞ്ഞു കേട്ടോ, താരേ, ഞാൻ പറഞ്ഞത് നിനക്ക് ശരിയല്ല എന്ന് തോന്നുന്നെങ്കിൽ എൻ്റെ അടുത്ത അവതാരത്തിൽ നിന്റെ ഭർത്താവിൻ്റെ അമ്പുകൊണ്ട് ഞാൻ ദേഹം വെടിയുന്നതാണ്. ആ ഒരൊറ്റ വാക്കാണ് അടുത്ത അവതാരത്തിൽ, ദ്വാപരയുഗത്തിൽ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ബാലിയുടെ പുനർജന്മമായ ജരൻ എന്ന് പറയുന്ന കാട്ടാളൻ, ആ വേടൻ്റെ അമ്പുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ദേഹം വെടിയുന്നത്. അപ്പോഴാണ് താര പഞ്ചരത്നത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഓരോരോ വാക്കുകളും, രാമായണത്തിൽ ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിന് അത്രയ്ക്കും ശക്തി നൽകുന്നതാണ്. തളരുന്ന മനസ്സിന് സാന്ത്വനമേകാൻ രാമായണം മാത്രം മതി എന്നുള്ള ഒരു സത്യമാണിത് വെളിപ്പെടുത്തുന്നത്. ഏതൊരു തളർന്ന മനസ്സിനെയും ഉണർത്തിയെടുക്കുവാനും ഉദ്ധരിക്കുവാനും രാമായണത്തിലെ ഓരോ വരികളും ഓരോ വാക്കുകളും സ്പന്ദനം നൽകുന്ന പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.